പ്രവാസികൾക്ക് വീണ്ടും സന്തോഷ വാർത്ത. ഹൈ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രവാസികൾക്ക് വേണ്ടി സർക്കാർ നടപ്പാക്കുന്ന നോർക്ക കെയർ പ്ലസ് എന്ന രണ്ടാം ഘട്ട ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ചാണ്. നമുക്കറിയാം, നോർക്ക കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഹെൽത്ത് ഇൻഷുറൻസ് നടപ്പാക്കിയിരുന്നു. അനേകം പ്രവാസികൾ അതിൽ അംഗമാകുകയും അതിൻ്റെ ബെനിഫിറ്റ് വാങ്ങുകയും ചെയ്തു. കുറേ ആളുകൾ അതിൽ അംഗമായി എന്നുള്ള കാരണം കൊണ്ടും അനേകം ആളുകളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് സർക്കാർ വീണ്ടും ഇതിൻ്റെ രണ്ടാം ഘട്ടം നടപ്പാക്കിയിരിക്കുകയാണ്. അപ്പോൾ അത് മാർച്ച് 11-ാം തീയതി മുതൽ ആരംഭിച്ചിട്ടുണ്ട്. അടുത്ത മാസം 12-ാം തീയതി അഥവാ ഏപ്രിൽ 12-ാം തീയതി വരെയാണ് ഇതിന് അപേക്ഷിക്കാനുള്ള സമയം എന്ന് നമ്മൾ മനസ്സിലാക്കുക, അത് ഓർത്തു വെക്കുക. കാരണം ഇത് നല്ലൊരു സ്കീമാണ്. അപ്പോൾ അറിയാത്ത ആളുകൾ അത് മനസ്സിലാക്കി എത്രയും വേഗം ഈ ഇൻഷുറൻസിൽ അംഗമാകുക. കാരണം നമുക്കറിയാം, ഞാൻ ഇതിന് മുമ്പ് വേറെ വീഡിയോ ചെയ്തിരുന്നു ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച്. നമ്മൾ മനുഷ്യരാണ്, നമുക്ക് ഭാവിയിൽ വരാൻ പോകുന്ന പ്രശ്നങ്ങളെ കുറിച്ചും അസുഖങ്ങളെ കുറിച്ചൊന്നും ആർക്കും പ്രവചിക്കാൻ കഴിയില്ല. നമ്മൾ നടന്നു പോകുന്നതിനിടയിൽ കുഴഞ്ഞു പോകുന്ന കാലമാണ്, നമുക്കറിയാവുന്നതാണ്. പെട്ടെന്നാണ് നമ്മൾ പറയാം, രാവിലെ വരെ ഒരു കുഴപ്പമില്ലായിരുന്നു, ഇപ്പം എന്ത് പെട്ടെന്ന് എന്ത് സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പല ആളെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥ നമുക്കും വരാം, ആർക്കും വരാം, ആർക്കും പ്രവചിക്കാൻ സാധിക്കില്ല അസുഖത്തിൻ്റെ കാര്യം. അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ഒരു സ്കീം ആയതുകൊണ്ടും നമുക്ക് ധൈര്യമായി ഇതിൽ അംഗമാവാം. അപ്പോൾ ഇതിന് എന്തൊക്കെയാണ് വേണ്ടത് നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് ഡയറക്റ്റ് ഇതിൽ ചേരാൻ സാധിക്കില്ല. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, നോർക്കയുടെ ID ഉണ്ടാക്കണം. നോർക്ക ID കാർഡിന് അപേക്ഷ കൊടുക്കണം. അപ്പോൾ വീണ്ടും നമുക്ക് സംശയം ഉണ്ടാവും, അപ്പോൾ നോർക്ക ID ഉണ്ടാക്കാൻ എന്താ ചെയ്യേണ്ടത്? അതായത് നിലവിൽ നോർക്ക ID ഉള്ള ആളുകൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതിൽ അംഗമാവാം, ഇതിൽ എൻറോൾ ചെയ്യാവുന്നതാണ്, ഇതിനപേക്ഷിക്കാം. അതേസമയം നോർക്ക ID ഇല്ലാത്ത ആളുകളാണെങ്കിൽ അവർ ആദ്യം നോർക്ക IDക്ക് അപേക്ഷ കൊടുക്കണം. ആ നോർക്ക ID കാർഡ് കിട്ടി ആ നോർക്കയുടെ ID നമ്പർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിൽ ഈ നോർക്ക കെയർ പ്ലസ് എന്ന ഇൻഷുറൻസിൽ അംഗമാവുന്നത്. അപ്പോൾ നോർക്ക IDക്ക് അപേക്ഷ കൊടുക്കണമെങ്കിൽ എന്തെല്ലാം രേഖകളാണെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടത് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല, ഒന്ന് ഇയാൾ പ്രവാസിയായിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ഇതിൽ അംഗമാകാൻ സാധിക്കുകയുള്ളൂ. അതായത് ഗൾഫിൽ കുറേ കാലം വർഷം അല്ലെങ്കിൽ ജോലി ചെയ്ത് നാട്ടിൽ ഇപ്പോൾ സെറ്റിലായി തിരിച്ചു വന്ന ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഇൻഷുറൻസ് സ്കീമിൽ അംഗമാവാൻ പറ്റില്ല. കാരണം ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രത്യേകം പറയാൻ കാരണം, പല ആളുകളും നമ്മളൊന്ന് അന്വേഷിക്കാറുണ്ട്, ഞാൻ ഇത്ര വർഷം ഗൾഫിൽ നിന്നിട്ടുണ്ട്, അപ്പോൾ എനിക്കിത് പറ്റുമെന്നുള്ളത്. അപ്പോൾ അത് അതിനുള്ള ഒറ്റ മറുപടിയേ ഉള്ളൂ, നിലവിൽ ഇദ്ദേഹം ഗൾഫിൽ ജോലി ചെയ്യുന്ന ആളായിരിക്കണം. അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇദ്ദേഹത്തിന് ഒരു വാലിഡ് ആയിട്ടുള്ള നോർക്ക ID കാർഡ് ഉണ്ടായിരിക്കണം. അപ്പോൾ നോർക്ക ID കാർഡ് ഉണ്ടാവുന്ന എന്തായിരിക്കണം, അയാൾ ഇപ്പോൾ നിലവിൽ വിദേശിയായിരിക്കണം എന്നർത്ഥം. അപ്പോൾ അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിനെ അപേക്ഷിക്കണമെങ്കിൽ അഥവാ നോർക്ക ID ആണ് ആദ്യം എടുക്കേണ്ടത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നോർക്ക ID കാർഡ് എടുക്കണമെങ്കിൽ എന്തൊക്കെയാണ് വേണ്ടത് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് വേണ്ടത് അവരുടെ പാസ്പോർട്ട് തന്നെയാണ്. പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് ഭാഗം വേണം, പാസ്പോർട്ടിൻ്റെ ബാക്ക് ഭാഗം വേണം. അതായത് പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ഫോട്ടോ ഉള്ള ഭാഗം, ബാക്ക് ഭാഗം എന്ന് പറയുമ്പോൾ അഡ്രസ്സ് ഉള്ള ഭാഗം. പിന്നെ അതുപോലെ തന്നെ ഏത് രാജ്യത്താണ് ഇവർ ജോലി ചെയ്യുന്നു അവരുടെ അവിടുത്തെ ID. ഇപ്പോൾ UAE ആണെങ്കിൽ എമിറേറ്റ്സ് ID ഉണ്ടാവും, ഒമാൻ ആണെങ്കിൽ ഒമാൻ്റെ ID ഉണ്ടാവും, സൗദി ആണെങ്കിൽ നമ്മൾ പൊതുവെ പറയും അവിടുത്തെ എന്താ പറയുക, ഇക്കാമ എന്ന് പറയും. അതുപോലെ തന്നെ ഓരോ രാജ്യത്തിനും ഓരോ IDകളാണ്. അല്ലെങ്കിൽ വിസ പേജ് എന്നും അതിൽ പറയുന്നുണ്ട്, വിസൻ്റെ പേജ് അല്ലെങ്കിൽ അവിടുത്തെ ID. രണ്ടിലും ഇവർ വിദേശിയാണെന്നും ഇവരുടെ വിസക്ക് ഇത്ര വാലിഡിറ്റി ഉണ്ടെന്നൊക്കെ അവർ കാണിക്കും. അപ്പോൾ ഇവർ ഗൾഫിലാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ്, വിദേശിയാണ് എന്ന് അല്ലെങ്കിൽ NRA ആണ് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ രേഖ ചോദിക്കുന്നത്. പിന്നെ ഒരു കോപ്പി ഫോട്ടോ വേണം. പിന്നെ നോർമലായിട്ടൊരു മൊബൈൽ നമ്പർ, ഇമെയിൽ ID, പിന്നെ അവരെ നോമിനിയുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങളൊക്കെ അതിൽ കൊടുക്കാനുണ്ട്. അപ്പോൾ ഇത്രയും രേഖ നിർബന്ധമാണ്. അപ്പോൾ ഈ രേഖകൾ ഉപയോഗിച്ചുകൊണ്ട് ആദ്യം നോർക്ക IDക്ക് അപേക്ഷ കൊടുത്ത് അത് കുറച്ച് ദിവസം കൊണ്ട് അപ്രൂവ് ആവും. അത് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഇൻഷുറൻസിന് അപേക്ഷ കൊടുക്കാവുന്നതാണ്. ഈ ഇൻഷുറൻസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അല്ലെങ്കിൽ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് 5 ലക്ഷം, 10 ലക്ഷം, 15 ലക്ഷം, 20 ലക്ഷം, 25 ലക്ഷം കഴിഞ്ഞാൽ പിന്നെ 50 ലക്ഷമാണ്. പിന്നെ 1 കോടി വരെയുള്ള കവറേജ് ഇതിലുണ്ട്. അതൊന്നുമല്ല ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ സ്കീമുകളൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞു. കൂടാതെ നമ്മുടെ അതായത് NRAയുടെ ഫാദറിനും മദറിനും ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, ചേർക്കാൻ സാധിക്കും. മാത്രമല്ല, അതായത് ഇപ്പോൾ ഭാര്യയുടെ മാതാവിനും പിതാവിനും വരെ നമുക്ക് ചേർക്കാം. മലപ്പുറം ഭാഷയിൽ പറഞ്ഞ അമ്മായിമാനും അമ്മോശാക്കാനും വരെ ചേർക്കാമെന്ന് അർത്ഥം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അത്രയും നല്ലൊരു സ്കീമാണിത്.
അപ്പോൾ ഇത്രയും നല്ലൊരു അവസരം നമ്മളെ മുന്നിൽ കിട്ടിയിട്ട് നമ്മൾ ഒരിക്കലും ഇത് നഷ്ടപ്പെടുത്താൻ പാടില്ല. പിന്നെ നമ്മൾ മേപ്പോട്ട് നോക്കിയിട്ട് കാര്യം ഉണ്ടാവില്ല. ഇപ്പോൾ ഫസ്റ്റ് 1-ാം ഘട്ടം കഴിഞ്ഞതിന് ശേഷം തന്നെ കുറേ ആളുകൾ അതിന് ശേഷം അറിയുന്നത് നമ്മുടെ അടുത്ത് വന്നിരുന്നു. ഞാനത് അനുഭവങ്ങളായിട്ട് ഷെയർ ചെയ്യാം. കുറേ ആൾ വന്ന് ചോദിച്ചു, ഒരു സ്കീം ഉണ്ടായിരുന്നല്ലോ, അതിപ്പോൾ ഇനി ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഞങ്ങൾ പറഞ്ഞതെന്താ വെച്ചാൽ അത് സ്റ്റോപ്പ് ചെയ്തു, ഇനി അത് വരികയാണെങ്കിൽ നിങ്ങളൊന്ന് അറിയിക്കൊണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ 2-ാം ഘട്ടം നല്ല ഉജ്ജ്വലമായിട്ടാണ് വന്നിട്ടുള്ളത്, ഗംഭീരമായിട്ടാണ് സർക്കാർ നടപ്പാക്കിയത്. കാരണം 1-ാം ഘട്ടം വളരെ വിജയകരമായതുകൊണ്ടും കുറേ ആളുകളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടുമാണ് സർക്കാർ വീണ്ടും ഈ 2-ാം ഘട്ടത്തിന് തുടക്കം കുറിച്ചു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ അവസരം ഒന്നും നഷ്ടപ്പെടുത്തരുത് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞു 5 ലക്ഷം 10 ലക്ഷം 15 20 അങ്ങനെ പോകണം. ഇതിൻ്റെ 1 കോടി വരെയുള്ള കവറേജ് ഇതിലുണ്ട്, പ്ലാൻ വരെ ഉണ്ട്. അപ്പോൾ ഇതിൽ മിനിമം 10 ലക്ഷം എടുത്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മളെ പിതാവിനെയും മാതാവിനെയും അതുപോലെ തന്നെ ഭാര്യൻ്റെ മാതാവിനും പിതാവിനൊക്കെ നമുക്ക് ചേർക്കാൻ സാധിക്കുള്ളൂ എന്നുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 5 ലക്ഷമാണെങ്കിൽ നമ്മളെ ഫാമിലി പ്രവാസി അതുപോലെ തന്നെ അവരുടെ ഭാര്യ കുട്ടികൾ മാത്രമേ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ മിനിമം 10 ലക്ഷത്തിൻ്റെ എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും. അപ്പോൾ ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ഉപകാരപ്രദമായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ നൗസലാം ടെക് വട്ടലൂർ സൈനിങ് ഔട്ട്. താങ്ക് യു.